അറിയാത്ത പണിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, യുദ്ധം നിർത്തലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന ഈ ഡിവൈഡ്, റഷ്യയെ ചൊല്ലിയുള്ള ഈ ഡിവൈഡ് ഒരു പലതരത്തിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരുതരം അരക്ഷിതാവസ്ഥ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഏത് സമയവും റഷ്യ ഞങ്ങൾ ആക്രമിച്ചു കളയാം. പ്രത്യേകിച്ചും UK, അമേരിക്കയേക്കാൾ റഷ്യയുമായി ഏറ്റവും ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് UK പല കാര്യങ്ങളിൽ പുടിനോട് വിയോജിപ്പുണ്ട്, റഷ്യ എന്ന രാജ്യത്തോട് വിയോജിപ്പുണ്ട്. അത് ഈ UKയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെയും ഉലയ്ക്കും. ഞാനും നിഷാദും തമ്മിൽ തല്ലുകൂടുവാണ്. അപ്പോൾ അമൃത പറയാണ്, ഞാനും നിഷാദും ചർച്ച ചെയ്ത് ഈ തല്ല് അവസാനിപ്പിക്കാം, എന്നെ ഒഴിവാക്കി നിർത്താണ്. എങ്ങനെയായിരിക്കും ചർച്ച അവസാനിക്കുക? അതിൻ്റെ ഒരു ഔട്ട്കമാണ് ആ ചർച്ച എന്ന് പറയാൻ പോകുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ചർച്ച ചെയ്യുന്നവരായിട്ടാണ് റഷ്യയായിട്ട്. യുക്രൈൻ പ്രതിനിധിയില്ല. അപ്പോൾ ഞാൻ എന്താ പൊട്ടണ എന്ന് സെലൻസ്കി ചോദിക്കുകയാണ്. എന്നോട് ചോദിക്കുക അതൊരു ചർച്ചയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ പരമ്പരാഗത നയത്തെക്കുറിച്ച് അമൃത പറഞ്ഞു. കാരണം ഈ പ്രശ്നത്തിൻ്റെ തുടക്കം യുക്രൈൻ്റെ നാറ്റോ അംഗത്വം നൽകും എന്ന അപ്രഹെൻഷനിൽ റഷ്യ തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റഷ്യയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽപ്പെടുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ യുക്രൈനുണ്ട്, പോളണ്ട് പിന്നീട് യൂറോപ്യൻ രാജ്യമായി മാറി, അങ്ങനെ അതിൽ ഫിൻലാൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ യൂറോപ്പ് തങ്ങൾക്ക് അടുത്തേക്ക് വരുന്നു, റഷ്യയ്ക്ക് അടുത്തേക്ക് വരുന്നു. നാറ്റോയിൽ യുക്രൈൻ അംഗത്വം കൊടുത്താൽ യൂറോപ്പിൻ്റെ സൈനിക ശക്തി റഷ്യയുടെ അതിർത്തി വരെ വരും. അതിലെ ഭയമാണ് റഷ്യ ഇപ്പോൾ ഈ യുക്രൈൻ അധിനിവേശം നടത്താനുള്ളൊരു കാരണം. അപ്പോൾ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ്ങാരാണ് അത് അമേരിക്കയാണ്. അപ്പോൾ ട്രംപ് 2014 അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് ആദ്യം പറഞ്ഞെന്താണ്, ഈ നാറ്റോയ്ക്ക് വേണ്ടി അമേരിക്ക കുറേ പൈസ കൊടുക്കുന്നുണ്ട്, ആ പരിപാടിക്ക് എല്ലാവരും തുല്യം ഷെയർ ഇടണം, ഞങ്ങൾ മാത്രമായിട്ട് പണം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നാറ്റോ എന്ത് ചെയ്യണം, പിരിച്ചുവിടുകയാണ് നല്ലതെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ഭാഗ്യത്തിന് ട്രംപിൻ്റെ കാലത്ത് പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. പിന്നെ ബൈഡൻ്റെ ഭരണകാലത്താണ് ഈ പറയുന്ന യുദ്ധം ഉണ്ടാകുന്നത്. ബൈഡൻ പക്ഷേ യുക്രൈന് വേണ്ട സായുധ സഹായം നൽകിയിട്ടുണ്ട്, ആയുധങ്ങൾ നൽകുന്നു, പണം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാറ്റോയുടെ കൂടി പിന്തുണയോടെയാണ് യുക്രൈൻ റഷ്യയെ ചെറുത്ത് നിൽക്കുന്നത്, റഷ്യൻ അധിനിവേശത്തെ ചെറുത്ത് നിൽക്കുന്നത്. ട്രംപ് പരമ്പരാഗതമായി പുടിനുമായി ഭയങ്കര സൗഹൃദമാണ്. ഒരുപക്ഷെ ട്രംപിന് ആരാധനയുള്ള ഒരു ലോക നേതാവാണ് പുടിൻ. അത് അദ്ദേഹത്തിൻ്റെ 1ാം ടേമിൽ നമ്മൾ കണ്ടതാണ്. പുടിനെ പറ്റി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം, ബഹുമാനം, അത് നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള കഥകൾ വേറെ കുറേ ഉണ്ട്. പക്ഷേ എന്തോ ട്രംപിന് പുടിനോട് സ്നേഹമാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൺസേൺ അമേരിക്കക്കാർക്കിടയിൽ തന്നെയുണ്ട്. തങ്ങളുടെ ശത്രു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനോട് നമ്മുടെ പ്രസിഡൻറ്റിന് ആരാധന, അദ്ദേഹത്തോട് സൗഹൃദം, അതെത്രമാത്രം നമ്മളെ വൾണറബിളാക്കുന്നുണ്ട്, അമേരിക്ക പോലൊരു രാജ്യത്തെ വൾണറബിളാക്കുന്നുണ്ട് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരിക്കെ ഇനിയിപ്പോൾ യുക്രൈൻ യുദ്ധം നിർത്താം. അപ്പോൾ ട്രംപിനെ പറ്റി എല്ലാവരും പറഞ്ഞത് എന്താണ്, ഡീലിൻ്റെ ആളാണ് അദ്ദേഹം, ദ ബെസ്റ്റ് ഡീൽ എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ അങ്ങനെ ഡീൽ നടത്തി ഒരു യുദ്ധം അവസാനിപ്പിച്ചു, നാളെ നോബൽ പ്രൈസ് കിട്ടിക്കളയാമെന്നാണോ ട്രംപ് ചിന്തിക്കുന്നത് അറിയില്ല. ഇനി ഏത് ഡീലിനെയും ട്രംപ് കാണുന്നത് എങ്ങനെയാണ്, അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഗസയുടെ കാര്യം കണ്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ട്രംപിനെ നമുക്കറിയാം, ട്രംപിന് അങ്ങനെ ഒരു ചരിത്രപരമോ രാഷ്ട്രീയമോമായ അവഗാഹമുള്ളൊരു നേതാവല്ല അദ്ദേഹം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതെന്നും അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നും അത് ആ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും എന്താണെന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഗസയിലെ യുദ്ധം ഉടനെ അവസാനിപ്പിക്കുക, എന്നിട്ട് ആ ഗസ ഭൂമിയൊക്കെ വിറ്റ് അവിടെ ഒരു ടൂറിസം കേന്ദ്രം പണിയുക, ഇതാണ് അദ്ദേഹം ചിന്തിക്കുക. അതുപോലെ അതേ യുക്തി വെച്ചിട്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക, അതിന് യുക്രൈനായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല, പുടിനുമായിട്ട് ചർച്ച ചെയ്താൽ, പുടിനുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ടല്ലോ, അപ്പോൾ പുടിനോട് ഞാൻ പറഞ്ഞ അദ്ദേഹം കേൾക്കും, അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ പുടിൻ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയും നമ്മുടെ മുമ്പിലില്ല. ഇനി അഥവാ ട്രംപ് പറയുന്നത് കേട്ട് ട്രംപിൻ്റെ ചർച്ചയുടെ ഭാഗമായി പുടിൻ യുദ്ധം അവസാനിപ്പിച്ചാൽ അതൊരു വിൻ വിൻ ഡീലായിരിക്കില്ല. അത് റഷ്യക്ക് മാത്രം ഉപകാരപ്പെടുന്ന എന്തോ ഒരു ഡീലായേ അത് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം നിലവിൽ തന്നെ ക്രൈമിയ അവർ അനക്സ് ചെയ്തിരിക്കുകയാണ്. ക്രൈമിയ റഷ്യ അധിനിവേശം നടത്തി കഴിഞ്ഞു. ഈസ്റ്റേൺ യുക്രൈൻ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവൻ ഇപ്പോൾ റഷ്യൻ പട്ടാളത്തിൻ്റെ കീഴിലാണ്. അവിടെയാണ് യുദ്ധം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത്. എങ്ങനെയായിരിക്കും ഒരു ഡീല് വരിക? അതായത് ഇപ്പോൾ നിലവിൽ റഷ്യക്കാർ അധിനിവേശം നടത്തിയിട്ടുള്ള കിഴക്കൻ യുക്രൈനിൽ നിന്ന് അവർ പിന്മാറാതിരിക്കുക, അതിന് പകരം എന്ത് ചെയ്യുക, അവിടെ ഒരു മതിൽ കെട്ടുക. അത് മതിലാണല്ലോ ട്രംപിൻ്റെ മറ്റൊരു പരിഹാരം, എല്ലാത്തിനും മതിൽ കെട്ടുക എന്നുള്ളതാണ്. അങ്ങനെ മതിൽ കെട്ടി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ അത്? അല്ല, അത് ഒരു വലിയ പ്രശ്നം. അപ്പോൾ സെലൻസ്കി, അതായത് യുക്രൈനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ചർച്ചയും മുന്നോട്ട് പോവില്ല. അതിൻ്റെ തുടക്കം തന്നെ പാളി എന്നുള്ള ഉദാഹരണമാണ് നമ്മൾ സൗദി അറേബ്യയിൽ കാണുന്നത്. എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് മറ്റാരും വേറെ എവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ലല്ലോ.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സമീപനം, ഈ ഡീല് ശരിയാവോ ഇല്ലേ, യുദ്ധം നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ട്രംപിൻ്റെ ഈ സമീപനം യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ്. അവർക്കിടയിൽ അമേരിക്കയെക്കുറിച്ചും ട്രംപിനെക്കുറിച്ചും ഉണ്ടാകുന്ന ഒരു അവിശ്വാസമുണ്ട്. ആ വിശ്വാസം ഈ നാറ്റോ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യത്തെ ശിഥിലമാക്കാൻ പോകുന്ന ഒന്നാണ്. ശിഥിലമാക്കും. ഒന്ന്. രണ്ട്, അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന ഈ ഡിവൈഡ്, റഷ്യയെ ചൊല്ലിയുള്ള ഈ ഡിവൈഡ് ഒരു പലതരത്തിൽ ഈ മേഖലയിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരുതരം അരക്ഷിതാവസ്ഥ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഏത് സമയവും റഷ്യ ഞങ്ങൾ ആക്രമിച്ചു കളയാം. പ്രത്യേകിച്ചും UK, അമേരിക്കയേക്കാൾ റഷ്യയുമായി ഏറ്റവും ശത്രുത പുലർത്തുന്ന ഒരു രാജ്യമാണ് UK പല കാര്യങ്ങളിൽ പുടിനോട് വിയോജിപ്പുണ്ട്, റഷ്യ എന്ന രാജ്യത്തോട് വിയോജിപ്പുണ്ട്. അത് ഈ UKയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെയും ഉലയ്ക്കും. കാരണം അമേരിക്ക എല്ലാ കാലത്തും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അവർക്കില്ലാതാവുകയാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇത് പലതരത്തിലുള്ള ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഔട്ട്കം ഉണ്ടാക്കും. അതുകൊണ്ടിപ്പോൾ യുദ്ധം നിൽക്കും എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം അതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയില്ലാത്ത ചർച്ച ഒരിക്കലും അതിൻ്റെ ഔട്ട്കം സെലൻസ്കിയോ യുക്രൈനോ അംഗീകരിക്കാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം, കുറേ കൂടി റഷ്യൻ അനുകൂലിയായ ഒരു പ്രസിഡന്റ് യുക്രൈനിൽ ഉണ്ടാവണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും അങ്ങനെ ഉണ്ട്. എന്താണ്, സെലൻസ്കിയുടെ പോളിംഗ്, അതായത് ഇപ്പോൾ അഭിപ്രായ സർവേ പ്രകാരം സെലൻസ്കി അത്ര യുക്രൈൻകാർ അംഗീകരിക്കുന്നില്ല. ദോസ് നമ്പേഴ്സ് ആർ നോട്ട് ഗ്രേറ്റ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ട്രംപ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക, സെലൻസ്കിയെ മാറ്റുക, പുതിയൊരു റഷ്യൻ അനുകൂലിയായ പ്രസിഡന്റിനെ കൊണ്ടുവരിക എന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതൊക്കെ എത്രമാത്രം നടക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഒരു രാജ്യം അവരുടെ സർവൈവലിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ രാജ്യ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. അവർക്കെതിരെ പോരാടണം, ആ സൈന്യത്തെ പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ അടിയന്തര ആവശ്യം. ഇത്ര വർഷങ്ങളായിട്ട് അവരത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് യുക്രൈനെതിരായിട്ടും റഷ്യയ്ക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അവരത് എത്രമാത്രം സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല. അതിനോട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങൾ ആ തീരുമാനത്തെ അംഗീകരിക്കുമോ? ഇത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോവുക. അതായത് അറിയാത്ത പണിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്, യുദ്ധം നിർത്തലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.